AC ജനറേറ്റർ. ഒരു AC ജനറേറ്ററിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ആർമേച്ചർ, ഫീൽഡ് കാന്തം, സ്ലിപ്പ് റിങ്സ്, ബ്രഷുകൾ എന്നിവ. ജനറേറ്ററിൽ കാന്തിക ഫ്ലക്സ് സൃഷ്ടിക്കുന്ന കാന്തമാണ് ഫീൽഡ് കാന്തം. ഫ്ലക്സ് രേഖകളുടെ ദിശ ഫീൽഡ് കാന്തത്തിൻ്റെ ഉത്തരധ്രുവത്തിൽ നിന്നും ആരംഭിച്ച് ദക്ഷിണ ധ്രുവത്തിലേക്കാണ്. ഒരു പച്ചിരുമ്പ് കോറിൽ കവചിതമായ ചാലക കമ്പി ചുറ്റിയെടുത്ത ക്രമീകരണമാണ് ആർമേച്ചർ. ആർമേച്ചർ ടെർമിനലുകളുമായി വിളക്കി ചേർത്ത പൂർണ്ണ വളയങ്ങളാണ് സ്ലിപ്പ് റിങ്സ്. ഇവ ആർമേച്ചറിനോടൊപ്പം ആർമേച്ചറിന്റെ അതേ അക്ഷത്തിൽ കറങ്ങുന്നു. സ്ലിപ്പ് റിങ്സുമായി സദാ സ്പർശിച്ചിരിക്കുന്ന ക്രമീകരണമാണ് ബ്രഷ്. ബാഹ്യ സർക്യൂട്ടിലേക്ക് ഇതിലൂടെയാണ് വൈദ്യുതി പ്രവഹിക്കുന്നത്. യാന്ത്രിക ഊർജം ഉപയോഗിച്ച് ആർമേച്ചർ തുടർച്ചയായി ഭ്രമണം ചെയ്യിക്കുന്നു. ഈ സമയത്ത് കാന്തിക ഫ്ലക്സിനെ ആർമേച്ചർ കോയിൽ ഛേദിക്കുന്നതിൻ്റെ ഫലമായി ആർമേച്ചറിൽ ഒരു EMF ഉണ്ടാകുന്നു. ഇങ്ങനെ തുടർച്ചയായുള്ള ആർമേച്ചറിന്റെ ഭ്രമണം ബാഹ്യ സർക്യൂട്ടിൽ ഒരു വൈദ്യുത പ്രവാഹം നിലനിർത്താൻ സഹായിക്കുന്നു. ആർമേച്ചർ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്ന കാലയളവിലുള്ള വിവിധ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. ആർമേച്ചർ കോയിൽ ഭ്രമണം ചെയ്യാൻ തുടങ്ങുമ്പോൾ കോയിലിന്റെ ചലനദിശ ഫ്ലക്സിന്റെ ദിശയുമായി 0 ഡിഗ്രിയിലായിരിക്കും. കോയിൽ ഫ്ലക്സിനെ വിച്ഛേദിക്കാത്തതിനാൽ അതിൽ EMF പ്രേരിതമാകുന്നില്ല. തുടർന്ന് ആർമേച്ചർ കറങ്ങുമ്പോൾ ഫ്ലക്സ് രേഖകളെ ഛേദിക്കുന്നതിന്റെ അളവ് കൂടി വരികയും കോയിലിന്റെ ചലനദിശ ഫ്ലക്സിന്റെ ദിശയുമായി 90 ഡിഗ്രി ആവുകയും ചെയ്യുന്നു. ഈ സമയത്ത് പരമാവധി EMF ആർമേച്ചറിൽ പ്രേരിതമാകുന്നു. തുടർന്ന് ആർമേച്ചറിന്റെ ചലനദിശ 180 ഡിഗ്രിയിലേക്ക് മാറുമ്പോൾ ആർമേച്ചറിലെ പ്രേരിത EMF വീണ്ടും 0 മാറുന്നു. ഇനി 180 ഡിഗ്രിയിൽ നിന്ന് 270 ഡിഗ്രിയിലേക്ക് കറങ്ങുന്ന ചാലകം ഫ്ലക്സിനെ വിച്ഛേദിക്കുന്നതിന്റെ ദിശ മാറുന്നു. അതിന്റെ ഫലമായി ആർമേച്ചറിൽ ഉൽപ്പാദിപ്പിക്കുന്ന EMFന്റെ ദിശയും മാറുന്നു. 270 ഡിഗ്രിയിൽ പരമാവധി EMF എതിർദിശയിൽ പ്രേരണം ചെയ്യുന്നു. 270 ഡിഗ്രിയിൽ നിന്ന് 360 ഡിഗ്രിയിലേക്ക് തുടർന്ന് കറങ്ങുമ്പോൾ ഫ്ലക്സിന്റെ വിച്ഛേദന നിരക്ക് കുറഞ്ഞ് 0 EMF കാണിക്കുന്നു. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന പരിവൃത്തികളുടെ എണ്ണത്തെ ACയുടെ ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നു. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ACയുടെ ആവൃത്തി 50 ഹെർട്സ് ആണ്. DC ജനറേറ്റർ. ഒരു AC ജനറേറ്ററിൽ ഉള്ളതുപോലെ തന്നെ ഒരു ഫീൽഡ് മാഗ്നറ്റും ആർമേച്ചർ കോയിലും DC ജനറേറ്ററിലുമുണ്ട്. DC ജനറേറ്ററിൽ സ്ലിപ്പ് റിങ്ങുകൾക്ക് പകരം സ്പ്ലിറ്റ് റിങ്ങുകളാണ് ഉപയോഗിക്കുന്നത്. DC ജനറേറ്ററിലും ആർമേച്ചർ കോയിലിൽ പ്രേരിതമാകുന്ന EMF AC സ്വഭാവമുള്ളതാണ്. സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ചാണ് AC രൂപത്തിലുള്ള EMFനെ ബാഹ്യ സർക്യൂട്ടിൽ DC രൂപത്തിലാക്കുന്നത്. DC ജനറേറ്ററിൽ നിന്ന് ബാഹ്യ സർക്യൂട്ടിൽ ഗ്രാഫൈറ്റ് ബ്രഷുകൾ വഴി ഒരേ ദിശയിലാണ് വൈദ്യുതി പ്രവഹിക്കുന്നത്. ഒരു DC ജനറേറ്ററിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിയും ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിയും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കൂ. ഒരു ബാറ്ററിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് സമതീവ്രതയോട് കൂടിയതും വ്യതിയാനങ്ങളില്ലാത്തതുമാണ്. എന്നാൽ DC ജനറേറ്ററിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി സ്പന്ദന സ്വഭാവമുള്ളതാണ്. വൈദ്യുത മോട്ടോർ, ഇലക്ട്രിക് മോട്ടോർ. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഇലക്ട്രിക് മോട്ടോർ. ഒരു ജനറേറ്ററിൽ നാം കണ്ട ഊർജ്ജ മാറ്റത്തിന്റെ നേരെ വിപരീതമായ മാറ്റമാണ് ഇവിടെ നടക്കുന്നത്. ഒരു ഇലക്ട്രിക് മോട്ടോറിന്റെ പ്രധാന ഭാഗങ്ങൾ ഒരു ആർമേച്ചറും ഒരു ഫീൽഡ് കാന്തവുമാണ്. സാധാരണയായി ഉപയോഗിക്കുന്ന ഫീൽഡ് കാന്തം ഒരു വൈദ്യുത കാന്തമാണ്. സ്വന്തം അക്ഷത്തിൽ സ്വതന്ത്രമായി കറങ്ങാൻ സ്വാതന്ത്ര്യമുള്ളതാണ് ആർമേച്ചർ. ആർമേച്ചറിന്റെ അക്ഷവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ഷാഫ്റ്റ് വഴി തിരിയേണ്ട യന്ത്രത്തിന് പവർ എത്തിക്കുന്നു. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആർമേച്ചറിലെ പച്ചിരുമ്പ് കോറും ഫീൽഡ് കാന്തവും കാന്തവൽക്കരിക്കപ്പെടുന്നു.
ഫീൽഡ് കാന്തത്തിൻ്റെയും ആർമേച്ചറിൻ്റെയും ആകർഷണ വികർഷണ ഫലമായി ആർമേച്ചർ തുടർച്ചയായി കറങ്ങുന്നു.